ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ സീസൺ 7 ആയിരുന്നു മലയാളത്തിൽ കഴിഞ്ഞത്. ഷോയിലൂടെ പലരും ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും ജീവിതം മാറിമറിഞ്ഞത് രേണുസുധിക്കാണ്. പ്രഡിക്ഷൻ ലിസ്റ്റ് മുതൽ രേണു ഷോയിൽ കാണുമെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. ഒടുവിൽ ഷോയിലെത്തിയ രേണുവിന് മികച്ച ജനപിന്തുണയും ലഭിച്ചു. എന്നാൽ അധികനാൾ നിലനിൽക്കാതെ സ്വയം ഷോയിൽ നിന്ന് രേണുവിന് പുറത്തു പോകേണ്ടി വന്നിരുന്നു. ഷോയിൽ നിന്നും പുറത്തായതിനു പിന്നാലെ തന്റെ അഭിനയ ജീവിതവുമായി മുന്നോട്ടു പോയ രേണു ഇപ്പോൾ വിദേശയാത്രകളിലാണ്. ഉദ്ഘാടനങ്ങൾക്കാണ് പോകുന്നത്. ഒരുപക്ഷേ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടായത് രേണുസുധിക്കാണെന്ന് പറയേണ്ടിവരും. ബിഗ് ബോസ് ഷോ കൊണ്ട് നല്ലതു മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ് രേണുസുധി. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനിനോടായിരുന്നു അവരുടെ പ്രതികരണം. ബിഗ് ബോസ് വേദിയിൽ മോഹൻലാലിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞെന്നും തന്നെ ആ വീട്ടിൽ നിന്ന് കൈപിടിച്ച് കൊണ്ടുപോയതും അദ്ദേഹമാണെന്ന് രേണു ഓർത്തെടുത്തു. അതൊക്കെ ഒരിക്കലും മറക്കാനാവാത്ത കാര്യമാണെന്നും അവർ പറഞ്ഞു. 35 ദിവസം വരെ ബിഗ് ബോസിൽ ഞാൻ നിൽക്കുമെന്ന് ഒരിക്കലും കരുതിയതല്ല. ഇറങ്ങി വന്നതിൽ നിരാശയുമില്ല. കൃത്യസമയത്താണ് ഞാൻ പുറത്തിറങ്ങിയത്. ഇനിയും നിന്നിരുന്നുവെങ്കിൽ മാനസികമായി പ്രശ്നമായേനെ. എനിക്ക് മക്കളെ കാണാതിരിക്കാൻ കഴിയില്ല. ബിഗ് ബോസ് കൊണ്ട് നേട്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ദുബായ് കാണാൻ കഴിയുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല. ഇപ്പോൾ ദുബായ്, ബഹ്റിനിലൊക്കെ പ്രോഗ്രാമുകൾക്കും ഉദ്ഘാടനങ്ങൾക്കും പോയിട്ടുണ്ട്. ഇതെല്ലാം ബിഗ് ബോസ് കാരണമെന്ന നിലയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാലത്ത് 500 രൂപ വരെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ കൈനീട്ടിയിരുന്നു. ആ സാഹചര്യം നിലവിലില്ല. ഒരു വീട് വയ്ക്കണമെന്നതാണ് അടുത്ത ലക്ഷ്യം. അതാണ് സ്വപ്നവുമെന്നായിരുന്നു രേണുസുധിയുടെ വാക്കുകൾ.